എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രെയിൻ റോട്ടിന്റെ വീഡിയോയ്ക്ക് ശേഷം അത് കണക്ട് ചെയ്ത് കുറേയധികം ടോപ്പിക്കുകൾ പല ആളുകൾ സജസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് തോന്നിയത് എനിക്ക് ഓർമ്മയില്ല ഈ ഓർമ്മയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഈ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയ സമയത്താണ്. നിങ്ങൾക്കറിയാം, ഞാനൊരു വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ഒരു സെമസ്റ്ററായിട്ട് ക്ലാസ്സിൽ പോയി ക്ലാസ് കേട്ട് പഠിക്കുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. ഡെസ്ക് സ്കോളറാണ്. അപ്പോൾ ഈ റോൾ നമ്പർ പറയുന്ന ഒരു പരിപാടിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സെമസ്റ്റർ മുഴുവൻ പറഞ്ഞ റോൾ നമ്പർ രണ്ടാമത്തെ സെമസ്റ്ററിൽ ഒരു മാസം അവധി കഴിഞ്ഞ് ഞാൻ തിരിച്ചു തന്ന സമയത്ത് മറന്നുപോയി. ഈ സെമസ്റ്ററിൽ ക്ലാസ് തുടങ്ങി ആദ്യ 2 ദിനം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. മഴയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആദ്യ അവറുകളിൽ അധ്യാപകർ പേര് വിളിച്ചതുകൊണ്ട് എനിക്ക് തൊട്ട് മുന്നേ ഉള്ള ആളുടെ പേര് എനിക്കറിയാവുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ അറ്റൻഡൻസ് പറഞ്ഞു. പക്ഷെ നമ്പർ വിളിച്ച സമയത്ത് അത് കൃത്യമായിട്ട് ഞാൻ അങ്ങ് മറന്നുപോയി. ഈ നമ്പറുകൾ ഞാനുമായിട്ട് വലിയ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് എക്സാം എഴുതുന്ന സമയത്ത് ഇയേഴ്സ് എഴുതാനായിട്ട് എനിക്ക് പേടിയാണ്. കാരണം തെറ്റുമോ എന്നുള്ള പേടിയാണ്. ആ ഒരു പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ മറന്നു പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തുകൊണ്ട് മറക്കുന്നു എന്നുള്ളത് എനിക്ക് ആ ഒരു സമയത്ത് വലിയ ആദ്യമായിപ്പോയി. ആ ദിവസം മുഴുവൻ ഞാൻ അതിനെക്കുറിച്ചിട്ടാണ് ചിന്തിച്ചത്, അതിനെക്കുറിച്ചിട്ടാണ് ഓൺലൈനിൽ സെർച്ച് ചെയ്തത്. ഈ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. കാരണം വീണ്ടും നമ്മൾ അനാവശ്യമായിട്ട് കുറേയധികം ഇൻഫർമേഷൻസ് എടുക്കുകയാണ്, സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഏതായാലും കുറച്ച് കാര്യങ്ങൾ സിമ്പിളായിട്ട് ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ടതില്ല. അതൊക്കെ ബ്രെയിൻ റോട്ടിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഹ്യൂമൻ മെമ്മറിയുടെ ഒരു നേച്ചറിനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ സാധാരണക്കാരോട് പറയുന്നതായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇതിനെക്കുറിച്ചിട്ടൊക്കെ വലിയ കാര്യമായിട്ടുള്ള വീഡിയോസൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോങ് ടൈം മെമ്മറി ഉണ്ട്, ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്. ഈ ലോങ് ടൈം മെമ്മറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പണ്ട് പഠിച്ചത് ഇപ്പോഴും നമുക്ക് അറിയാം. ദീർഘകാലം സൈക്കിൾ ഓടിച്ചില്ല, ബൈക്ക് ഓടിച്ചില്ല എങ്കിൽ കൂടെ നമുക്ക് ആ ഒരു ബാലൻസ് വളരെ ഈസി ആയിട്ട് വീണ്ടും വണ്ടി ഓടിക്കുന്ന സമയത്ത് ലഭിക്കാറുണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടെ ഒന്ന് എടുത്ത് ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റാറുണ്ട്. ഇത് ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഒരു കാര്യമാണ്. ഇനി ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്. പെട്ടെന്നൊരു നമ്പർ നിങ്ങൾ കേൾക്കുകയാണ്, അത് ഡയൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സേവ് ചെയ്യുന്നത് നിങ്ങളുടെ ഷോർട്ട് ടൈം മെമ്മറിയിലാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ റോൾ നമ്പറിന്റെ എക്സാമ്പിൾ, അതും ഷോർട്ട് ടൈം മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ എത്രയോ ക്ലാസ്സുകളിൽ പഠിച്ചു. 1 മുതൽ ഇപ്പോൾ ഡിഗ്രിയും PGയും PhD ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. എത്ര ആളുകൾക്കറിയാം നിങ്ങൾ എക്സാം എഴുതിയ എല്ലാ എക്സാമിന്റെ രജിസ്റ്റർ നമ്പർ? പല ആളുകളും മറന്നിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്കത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. പരീക്ഷാ കാലയളവിൽ അല്ലെങ്കിൽ ആ ഒരു ഹോൾ ടിക്കറ്റ് കിട്ടിയ അന്നു മുതൽ നമുക്കത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. എന്നാൽ നമ്മളത് പിന്നീട് മറന്നു പോകുന്നുണ്ട്. അതും ഷോർട്ട് ടൈം മെമ്മറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനോടൊപ്പം മനസ്സിലാക്കേണ്ടത് യൂസ് ഇറ്റ് ഓർ ലോസ് ഇറ്റ് എന്നുള്ള ഒരു കാര്യമാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ഒരു കാര്യം മറന്നു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ സ്ഥിരം വിദ്യാർത്ഥി ജീവിതം മാത്രം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോൾ നമ്പർ ഒരു അവധിക്ക് ശേഷവും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷേ എൻ്റെ പ്രയോറിറ്റി പലപ്പോഴും വിദ്യാഭ്യാസത്തിനല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റോൾ നമ്പർ മറന്നുപോയി. എക്സാം എഴുതി കോളേജ് അടച്ചു, ആ ഒരു പുസ്തകം മടക്കി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, യൂട്യൂബിൽ കുറേയധികം കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി. എൻ്റെ റോൾ നമ്പർ മറന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കും, അല്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടും. ഇതൊക്കെ നമ്മളെ തലച്ചോറിനെ കുറച്ചൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയുള്ള ചില ട്രിക്കുകളാണ് ഹ്യൂമൻ മെമ്മറിയുടെ. അടുത്തതായി മനസ്സിലാക്കേണ്ടത് കണ്ടക്സ്ച്വൽ മെമ്മറിയാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് ആ ഒരു സ്ഥലത്തിലും സാഹചര്യത്തിലും ചെല്ലുന്ന സമയത്തായിരിക്കാം. എപ്പോഴും നമുക്കത് ഓർമ്മയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ നേരെ അവിടെ ചെല്ലുന്ന സമയത്ത് അത് ഓർമ്മയിലേക്ക് വന്നോളും. ഇപ്പോൾ റോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ, ഇതൊന്നും നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇല്ല എങ്കിൽ കൂടെ ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ മെയിൻ ഷീറ്റ് കാണുന്ന സമയത്ത് ഒക്കെ ചിലപ്പോൾ അത് ഓർമ്മ വരും. ഇപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷേ അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഓർമ്മ വരും. ചില സ്ഥലവും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഓർമ്മയെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് പോകാത്ത ഒരു വഴിയാണ്, കൊച്ചിലെങ്ങാണ്ട് പോയിട്ടുള്ള ഒരു വഴിയാണ്, പക്ഷെ പിന്നീട് എപ്പോഴോ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓർമ്മയെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. ഇങ്ങനെ പല രീതിയിൽ അടുക്കി പ്രാധാന്യമുള്ളതും പ്രാധാന്യമില്ലാത്തതും ഡെയിലി ഉപയോഗിക്കുന്നതും മറന്നു കളയേണ്ടതും ഇപ്പോൾ ആവശ്യമില്ലാത്തതും ഒക്കെ ഇങ്ങനെ തരംതിരിച്ച് വെക്കുന്നത് കൊണ്ടാണ് കുറച്ചൊക്കെ നമുക്ക് സ്ട്രെസ്സ് കുറഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ തലച്ചോറിനെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു ബ്രെയിൻ റോട്ടിൻ്റെ കാര്യം വരുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ഇപ്പോൾ മറന്നു പോകുന്നത്?
നമുക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ, ഒത്തിരിയധികം ഇൻഫർമേഷൻസ് ഒരു മണിക്കൂറിൽ ഇങ്ങനെ തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പല വീഡിയോസും കണ്ടതിന് ശേഷമായിരിക്കാം, ഒത്തിരിയധികം റീലുകൾ കണ്ടതിന് ശേഷമായിരിക്കാം, നിങ്ങൾ കണ്ട റീലുകളുടെ എണ്ണം പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ ഒരു വീഡിയോ സ്ഥിരമായി കാണുന്ന ആളുകൾ എനിക്ക് തോന്നുന്നില്ല അത്രയധികം റീലുകൾ കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കത്തി പ്രഭാഷണം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ പറ്റില്ല. ചില ആളുകൾ സ്പീഡൊക്കെ കൂട്ടി കാണുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെ സ്പീഡൊക്കെ കൂട്ടി കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അത് കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തിനാണ് ഈ സ്പീഡ് കൂട്ടി നമ്മൾ ചില വീഡിയോസൊക്കെ കാണുന്നത്? കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ കാണാനുണ്ട്, സമയമില്ലേ തീരെ. ഇത്രയധികം ഇൻഫർമേഷൻസ് നമ്മുടെ തലയിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്. അതാണ് ബ്രെയിൻ റോട്ടിന് കാരണമാവുന്ന ഒരു സംഗതി. നമുക്ക് ഒത്തിരിയധികം കാര്യങ്ങളെക്കുറിച്ച് അറിയാം, എന്നാൽ നമുക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കിട്ടുന്നില്ല. അവിടെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഓവർലോഡ് എന്നൊരു കാര്യത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. ഇൻഫർമേഷൻ അത്രയധികം ഓവർലോഡാണ്, നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമാണ്. ഇനി സെലക്റ്റീവ് മെമ്മറിയെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് സെലക്റ്റീവ് മെമ്മറി? നമ്മുടെ ബ്രെയിൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമുക്ക് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലായിരിക്കാം, നമ്മളുടെ ഇൻട്രസ്റ്റുകളിലായിരിക്കാം, നമ്മുടെ പാഷനിലായിരിക്കാം. നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തും നിങ്ങൾ പ്രണയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ ബ്രെയിൻ അങ്ങനെ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ നമ്മളുടെ മുൻപിലേക്ക് വീണ്ടും വീണ്ടും ഇട്ട് തരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ബ്രെയിനിന് പ്രയോറിറ്റിയാണ് ഈ ഒരു കാര്യം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറേയധികം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഏതാണോ പ്രയോറിറ്റി നിലവിലത്തെ സാഹചര്യത്തിൽ അതിലേക്ക് കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് TV ഓഫ് ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരുത്തരുത് എന്ന് കോമൺ ആയിട്ടൊക്കെ പറയുന്നത്. എന്നാൽ ചില ആളുകളുടെ കാര്യത്തിൽ അത് നമുക്ക് പറയാനായിട്ട് പറ്റത്തുമില്ല. ചില ആളുകളുണ്ട്, അവർക്ക് TV ഒക്കെ കണ്ടുകൊണ്ട് പഠിക്കാനായിട്ട് പറ്റും. എനിക്ക് പേഴ്സണലി അറിയാം, എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. അവർക്ക് യാതൊരുവിധ കുറവുണ്ടാവില്ല അക്കാഡമിക്സിൻ്റെ കാര്യത്തിൽ. അവർ സ്ഥിരമായിട്ട് ആ ഒരു ഇത് പിന്തുടരാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റില്ല. പഠിക്കുന്നതിനിടയിൽ അലാറം വെച്ചിട്ട് വന്ന് 10 റീല് കണ്ടിട്ട് പോകുന്ന ആളുകളെയും എനിക്കറിയാം. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് പറ്റാറുണ്ട്, ഹൈ സ്കോറുകൾ നേടാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ പാസീവായിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെ ഇതുപോലെയുള്ള എൻ്റർടൈൻമെൻറ്റിനെ നോക്കി കാണുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെയോ ലൈഫോ അല്ലെങ്കിൽ അവരുടെ ഡിസ്കഷനോ ഉള്ളിലേക്ക് എടുക്കുന്നില്ല, പാസീവായിട്ട് കണ്ടു കളയുന്നു. നമ്മളിൽ പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ, അതേപോലെ തന്നെ സ്റ്റഡീസ് അതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ കുറേയധികം കാര്യങ്ങളെ ഇമോഷണലി കണക്ട് ചെയ്ത് കൂടുതൽ പ്രയോറിറ്റി അതിന് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മറന്നു പോകുന്നു. അതെനിക്ക് തോന്നുന്നു ഓരോ ആളുകളുടെയും ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് കൂടിയിരിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോമൺ ആയിട്ട് കുട്ടികളെല്ലാം അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. ഓരോ ആളുകളുടെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് വേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന, റോൾ നമ്പറൊക്കെ മറന്നു പോയപ്പോൾ ടെൻഷൻ അടിക്കുന്ന എന്നെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അങ്ങനെ മറന്നു പോകുന്നത് ഒട്ടും പ്രശ്നമുള്ള ഒരു സംഗതിയൊന്നുമല്ല. അത് നമ്മുടെ ഒരു ഫോൾട്ടൊന്നുമല്ല. അത് നമ്മുടെ തലച്ചോറിൻ്റെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു കഴിവാണ്. നമ്മൾ ആ ഒരു കാര്യങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റാറുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ ഓർത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു കഴിവായിട്ട് അതിനെ നോക്കി കണ്ടാൽ മതി. അതേപോലെ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നു പോകുന്ന സമയത്ത് വെറുതെ എനിക്ക് അൾഷിമേഴ്സ് ആണോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു തരം ഓവർ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അത്രയധികം ഇൻഫർമേഷൻ നമ്മൾ ആരോഗ്യപരമായിട്ടും നമ്മൾ ഫിറ്റ്നസിനെ കുറിച്ചിട്ടൊക്കെ ഒത്തിരിയധികം ഇൻഫർമേഷൻ അറിയാതെ എല്ലാ ദിവസവും സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ ഓവർ ആയതുകൊണ്ടാണ് ചില കാര്യങ്ങൾ മറന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന ഇൻഫർമേഷൻ, ഇപ്പോൾ നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. അപ്പോൾ അതൊക്കെ കുറച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ആ ഒരു ഫ്രീ മെൻ്റൽ സ്പേസ് തലയിൽ കിട്ടുന്നതാണ്. അതേപോലെ മനസ്സിലാക്കുക, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റിക്ക് വളരെയധികം ഗുണമായിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നു, ഒത്തിരിയധികം മൾട്ടി ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ പ്രയോറിറ്റികൾ വല്ലാതെ മറന്നു പോകും. എല്ലാം നമുക്ക് ഒരേ തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഓർക്കും ഇന്ന് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തേക്കാം, ഈ ഒരു കാലയളവിൽ അതാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ വേറെ ചിലയിടത്ത് കമ്മിറ്റ്മെൻറ്റ്സ് വെച്ചിട്ടുള്ളത് കൊണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രഷർ വരുമ്പോഴത്തേന് നമ്മുടെ പ്രയോറിറ്റി അങ്ങടേക്ക് സ്വാഭാവികമായിട്ട് മാറേണ്ടി വരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രെസ് ഉണ്ടാവും. ആ ഒരു സ്ട്രെസ്സിൽ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ ഓർക്കാതിരിക്കും. അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ കാര്യങ്ങൾ ഓർക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഹ്യൂമൻ മെമ്മറിയുടെ ആ ഒരു നേച്ചറിനെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. കൂടുതൽ നിങ്ങളുടെ മൈൻഡിലേക്ക് നിൽക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ
ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഇമോഷണലി ഏതെങ്കിലും ഒരു കാര്യമായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് ഇത് പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നല്ലൊരു പ്രണയമുണ്ട്, എപ്പോഴും ആ ചിന്തയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രണയവുമായി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെയുള്ള പല വഴികളും ഓരോ ആളുകളും ഓരോ രീതിയിൽ ട്രൈ ചെയ്യും. ഇതിപ്പോൾ എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡൊന്നുമില്ല. ചില ആളുകൾക്ക് എഴുതി പഠിക്കാനായിട്ട് പറ്റും. ഞാൻ എഴുതി പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എഴുതുന്നതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങൾ ആലോചിച്ച് ആ വഴിക്ക് അങ്ങ് പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെൻ്റെ ഒരു മെത്തേഡാണ്. ഞാൻ പ്രധാനപ്പെട്ട ഒരു എസ്സേ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റുകളുടെ എല്ലാം ആദ്യത്തെ ഒരു വാക്കോ ആദ്യത്തെ ഒരു ലെറ്ററോ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫോം ഉണ്ടാക്കി അത് രസകരമായിട്ടുള്ള ഒരു വേർഡാക്കി അത് പഠിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കും. അതേപോലെ ഇപ്പോഴത്തെ എൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെമ്മറിയെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് എടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഷോർട്ട് ടൈം മെമ്മറിയെ കുറിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ എക്സാമിന് തൊട്ട് മുൻപ് നമ്മൾ വായിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നേരെ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ബുക്ക്ലെറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു പേജ് എടുത്തിട്ട് റഫ് ഷീറ്റ് എന്ന് പറഞ്ഞ് അങ്ങ് മാർക്ക് ചെയ്തിട്ട് അവിടോട്ട് മൊത്തം അങ്ങ് എഴുതി വയ്ക്കും. ഇയേഴ്സും കാര്യങ്ങളെല്ലാം അവിടേക്ക് അങ്ങ് ഓർത്ത് വെച്ച് എഴുതും. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് എഴുതി അങ്ങ് ചുമ്മാ കോറി അങ്ങ് ഇടും. അവസാനം വെട്ടിയിട്ടാൽ മതിയല്ലോ. അപ്പോഴത്തേനും ഒരു സമാധാനം കിട്ടും. അങ്ങനെയൊക്കെയുള്ള ചില ട്രിക്കുകളൊക്കെ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ട്രിക്കുകൾ അറിയാനായിട്ടുള്ള ഒരു ഗൂഢോദ്ദേശവും എനിക്ക് ഈ ഒരു വീഡിയോയിലുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നന്ദി.